മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത് അവന് സ്ഥിരമായിട്ട് 10 പ്രാവശ്യം വീതം ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി. എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി, രോഗങ്ങളില്ലാത്ത ശരീരം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അതുപോലെ തൈറോയിഡ് ഇല്ല, അതുപോലെ തന്നെ എന്താണ് ഒരു തരത്തിലുള്ള അസുഖമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അവൻ കിടപ്പിലായി പോകുന്ന, അവൻ തളർന്നു പോകുന്ന, അവനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ പോകുന്ന അസുഖങ്ങൾ അല്ലാഹു തആല അവനിക്ക് കൊടുക്കൂല എന്നാണ്. മാരകമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് മാത്രം മതി എന്നാണ്. അതെപ്പോ ഓതണം? അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഓതണം. എല്ലാ ദിവസവും 10 പ്രാവശ്യം വീതം ഓതണം. അതിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി, രോഗങ്ങളില്ലാത്ത ഒരു ശരീരം. അതായത് കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോയി ആരാരും സഹായിക്കാനില്ലാതെ അല്ലെ മറ്റ് കാണുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് മരിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അല്ലാഹു തആല കൊണ്ടെത്തിക്കൂല. അതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ പ്രതിഫലമോ വബറകത്തുൻ ഫിർ റിസ്ഖി, അതായത് നമ്മുടെ ജീവിത വിഭവത്തിൽ എന്തുണ്ടാകും? ബറക്കത്തുണ്ടാകും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, കുടിക്കുന്ന വെള്ളമുണ്ട്, ധരിക്കുന്ന വസ്ത്രമുണ്ട്, അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, ഇതെല്ലാം എന്താണ്? റിസ്ക്കിൽ പെടും. ഇതിലെല്ലാം വലിയ സന്തോഷമുണ്ടാകും, ഇതിലെല്ലാം വലിയ സംതൃപ്തി ഉണ്ടാകും, ഇതിലെല്ലാം നമുക്ക് വലിയ സമാധാനമുണ്ടാകും. അതാണ് വബറകത്തുൻ ഫിർ റിസ്ഖി, റിസ്ക്കിൽ വലിയ വിശാലതയുണ്ടാകും, ഖൈറുണ്ടാകും, സലാമത്തുണ്ടാകും. അല്ലാഹു തആല അത് തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ പ്രതിഫലം യഖീനുൻ ബിലാ ശക്ക്, അതായത് ദീനിയായ വിഷയത്തിൽ ഒരു സംശയവും അവനിക്കുണ്ടാവൂല. അല്ലാഹ് ഉണ്ടോ, റസൂലുണ്ടോ, നരകമുണ്ടോ, സ്വർഗമുണ്ടോ, മലക്കുണ്ടോ, ഇസ്ലാം സത്യമാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ? അതായത് ഇന്നിപ്പോ ഒരുപാട് യുക്തിവാദി സംഘങ്ങൾ, നിരീശ്വരവാദികളൊക്കെ കൂടുന്ന കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാവൽ കിട്ടാൻ, കാത്തു കിട്ടാൻ എല്ലാ അസ്ർ നമസ്കാരത്തിന് ശേഷവും ഇനി പറയാൻ പോകുന്ന ആ ആയത്ത് നമ്മൾ ഓതാൻ വിട്ടുപോവണ്ട. മാത്രമല്ല ഇന്നിപ്പോ വസുവാസുകളുടെ കാലമാണ്, സംശയ രോഗങ്ങളുടെ കാലമാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ താഴെ എത്രയോ വസുവാസിന്റെ വുദു കൊടുക്കുമ്പോൾ വസുവാസാണ്, നിസ്കരിക്കുമ്പോൾ വസുവാസാണ്, ബാത്റൂമിൽ പോകുമ്പോൾ വസുവാസാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസുവാസാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വസുവാസ്, പലതരത്തിലുള്ള സംശയങ്ങൾ, സംശയ രോഗങ്ങളൊക്കെ കൂടുന്ന കാലമാണ്. അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ ഈ കാര്യം ചെയ്താൽ മതി. നാലാമത്തെ പ്രതിഫലം തൗബത്തുൻ ഖബലൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്നുള്ള മരണം, ആക്സിഡന്റ് മരണം, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടും. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ തൗബ ചെയ്തിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. വതൗബത്തുൻ ഖബലൽ മമാത്, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആമീൻ. അഞ്ചാമത്തെ പ്രതിഫലം ഖുറൂജു റൂഹുഹു മഅ ശഹാദ, അതായത് അവൻ മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ശുഹദാക്കളുടെ കൂടെയായിരിക്കും അവന്റെ റൂഹ് ഉണ്ടാവുക. ആത്മാക്കൾ ആരുടെ കൂടെ? ശുഹദാക്കളോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം ആയിരിക്കും. അത്രമാത്രം വലിയ മഹത്വം എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ആയത്ത് ഓതിയാൽ അവനിക്ക് കിട്ടുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി ആറാമത്തെ പ്രതിഫലം കേട്ടോ, വമഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ഇഷ്ടമുണ്ടാകുമെന്നാണ്. എന്തിനേറെ ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ വാഴ്ത്തും, നമ്മളെ പുകഴ്ത്തും. 40 മുഅ്മിനീങ്ങളെങ്കിലും നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ, നമ്മുടെ മരണത്തിന് ശേഷം 40, ചുരുങ്ങിയതൊരു 40 പേരെങ്കിലും നല്ല മുഅ്മിനീങ്ങൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെപ്പറ്റി നല്ലത് പറയാൻ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള മോശം ചിന്തയൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു ആയത്ത് നമ്മൾ എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി. ഏഴാമത്തെ പ്രതിഫലം യുവസ്സിഉല്ലാഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്നതാണ്. അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമല്ലേ? നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാവുക, ഖബർ വിശാലമായി കിട്ടുക, ഖബറിന്റെ നെരുക്കത്തെ തൊട്ട് ഇടുക്കത്തെ തൊട്ടുള്ള കാവൽ കിട്ടുക, അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ല. അപ്പോൾ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടും. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ ഖബറിന്റെ ചാരത്തോടി പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്, കരച്ചിലൊന്നും വരാറില്ല. അത് അത്രമാത്രം ഈമാനെ എനിക്കും നിങ്ങൾക്കുള്ളൂ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ, ഖബറിന് കേൾക്കുമ്പോൾ മഹാനവറുകൾ കരഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അവന്റെ ആഖിറം വിജയിച്ചു എന്നാണ്, ഖബറിൽ പെട്ടുപോയാൽ അവൻ ആഖിറത്തിൽ പെട്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഖബർ ജീവിതം സന്തോഷത്തിലാവണോ,
അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി പറയാൻ പോകുന്ന ആയത്ത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം, ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 3-4 മിനിറ്റ് മാത്രം മതി നമുക്ക് ഓതി തീർക്കാൻ. 8ാമത്തേത് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ വലത് കൈയിൽ കിട്ടുമെന്നാൽ മുന്നിലൂടെ വലത് കൈയിൽ കിട്ടാൻ ഈ ഒരു ആയത്ത് ഓതിയാൽ കാരണമാണ്. പിന്നെ 9ാമത്തേത് സുറാത്ത് പാലം വേഗത്തിൽ, എങ്ങനെ കത്വയിരി, ഒരു പക്ഷി വേഗത്തിൽ പറക്കുന്ന അടക്കാക്കിളിയൊക്കെ ഉണ്ടല്ലോ, സ്പീഡിൽ അത് പറന്നു പോകും, അങ്ങനെ ആ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ മിന്നലിന്റെ വേഗതയിൽ നമുക്ക് സുറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് ചെല്ലാൻ പറ്റുന്ന, നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആയത്താണ് ഇനി പറയാൻ പോകുന്നത്. 10ാമത്തേത് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മഹാഭാഗ്യവാന്മാർ, മഹാഭാഗ്യവതികൾ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് അവസരം തരുന്നതാണ്. അപ്പൊ 10 വമ്പൻ നേട്ടങ്ങളാണ് ഈ ആയത്ത് ഒരു മനുഷ്യൻ അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരാൾ ഉദുവോടുകൂടി അവിടെ തന്നെ ഇരുന്നിട്ട് 10 പ്രാവശ്യം വീതം ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാഹു തആല ഈ അവസരം നമുക്ക് മുതലെടുക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വേറെ ഒന്നുമല്ല, നമുക്ക് അറിയാവുന്ന ആയത്താണ്, അറിയാൻ പാടില്ലാത്ത സൂറത്തിൽ നിന്നും നമുക്ക് പ്രയാസമുള്ള ഒരു ആയത്തൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൂറത്തുൽ ബഖറ നമുക്കറിയാമല്ലോ. ആ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഒരുപാട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുന്ദരമായ പ്രതിഫലമുള്ള ആയത്തെന്നാണ് ആയത്തിനെ പറ്റി മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, ആ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി 10 പ്രാവശ്യം അസ്ർ നമസ്കാരത്തിന് ശേഷം അവൻ ഇരുന്ന ഇരിപ്പിൽ ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്ന വമ്പൻ 10 നേട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഉസ്താദ് ആയത്തുൽ കുർസിയാണോ? അതൊക്കെ നിങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാം. പക്ഷെ എത്ര പേര് ആയത്തുൽ കുർസി നല്ല ശ്രദ്ധയോടുകൂടി അസ്ർ നമസ്കാരത്തിന് ശേഷം ഓതും? വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പറ്റുമെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ, എങ്കിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റമുണ്ടാകും, ഒരു പ്രയാസവും ഉണ്ടാകില്ല, സങ്കടവും ഉണ്ടാവില്ല. അല്ലാഹു തആല അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ തരുമെന്നാണ്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ പവർ അത് വളരെ അധികം പവറാണ് അല്ലെ. എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഓതാറുണ്ട് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് 10 പ്രാവശ്യം ഓതണം കേട്ടോ. അപ്പോൾ മൊത്തം 11 ആയത്തുൽ കുർസിയാകും. അപ്പോൾ നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആയത്തുൽ കുർസി ഓതാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 10 ആയത്തുൽ കുർസിയുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഓതി നോക്കുക. ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ഖൈർ കിട്ടുന്ന, സലാമത്ത് കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്ന നല്ല ആളുകളെ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.